ഈ റിയാലിറ്റി ഷോ ഇല്ലേ നമ്മുടെ പാട്ട് പാടുന്ന, അതില് ദീപകേട്ടനും അൽഫോൻസ് ഏട്ടനൊക്കെ ഉള്ളൊരു അതിന് ഞാൻ പോയിട്ടുണ്ട്. അതിനെ റിജക്ട് ചെയ്ത് കളഞ്ഞു. സൂര്യ സാർ ഒരിക്കൽ പറഞ്ഞിരുന്നു ദിസ് ഗേൾ ഇസ് വെരി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ரொம்ப ആറാത്ത് പോണത്. പ്രവീൺ ഓഗസ്റ്റ് ഇപ്പോഴും ഉണ്ടോ? എങ്ങനെ അറിയാം? പ്രൊമോഷന് ആസിഫ് ക പറയുന്നുണ്ടായിരുന്നു ഇക്കാക്ക് മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെച്ചുകൊടുത്തിട്ട് ആ കഥ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ എനിക്കത് മിസ്സായി എന്നുള്ള വിഷമമുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് തന്നെ ആ പറഞ്ഞ കഥ കേട്ടിട്ട് ഞാൻ യെസ്ന്ന് ഒറ്റയടിക്ക് പറഞ്ഞൊരു കഥയാണത്. ഇവിടെ ഒരു നടൻ വന്നപ്പോ പറഞ്ഞായിരുന്നു ഞാനൊക്കെ പൊറോട്ട നിന്ന് എന്ത് അപർണ ബാലമുരളി പൊറോട്ട നിന്നല്ലേ പൊറോട്ട എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഭയങ്കര ആസ്വദിച്ചാ ഫുഡ് കഴിക്കുക. അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ ഭയങ്കര ഫുഡ് കഴിക്കുന്നു. ചാർമിനാർ ഒരിക്കൽ പോയപ്പോ ആദ്യത്തെ 2 സ്റ്റെപ്പ് കുറച്ച് സ്റ്റീപ്പ് ഇങ്ങനെ കുത്തനെയാണ്. ഞാൻ തറയിലിരുന്ന് നിരങ്ങാൻ ചെയ്യുന്നത്. അമ്മ ചോദിച്ചു എന്താ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ ചെയ്യാൻ, എനിക്ക് പേടിയാവുന്നു. കിഷ്കിന്ധാ കാണ്ഡത്തിലെ നായിക പണ്ട് നന്നായിട്ട് ലോങ് ജമ്പ് ചാടുന്ന ആളായിരുന്നില്ലേ? എവിടുന്ന് കണ്ടടിക്കുന്നത്? ധനുഷ് ബണ്ടിൽ ഓഫ് ടാലന്റ് എന്ന് പറഞ്ഞ നായികയാണ് എന്റെ കൂടെ ഉള്ളത്. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ നാണം വന്നു. ധനുഷ് അത് പറഞ്ഞ സമയത്ത് നാണം വന്നായിരുന്നു? അങ്ങനെയല്ല, സന്തോഷം എക്സൈറ്റ്മെന്റും എല്ലാം കൂടിയിട്ടുള്ളൊരു ഭയങ്കര സന്തോഷമായി. അങ്ങനെ അങ്ങനെ ഇത്രയും വലിയൊരു ഓഡിയോ ലോഞ്ച് എൻ്റെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിനിമയുടെ നടക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്, റഹ്മാൻ സാർ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതിനിടയിൽ പുള്ളി ഇങ്ങനെ ഓരോരുത്തരെയും മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ മെൻഷൻ ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കറക്റ്റായിട്ട് എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ചേച്ചി അത് വീഡിയോ എടുത്തപ്പോൾ ഒരു ഡോക്യുമെന്റ് ആയിട്ട് കയ്യിലുണ്ട് ഭാഗ്യത്തിന്. ഇതിനു മുമ്പ് ആരെങ്കിലും ഇതുപോലെ ടാഗ് ലൈൻ തന്നായിരുന്നോ ബണ്ടിൽ ഓഫ് ടാലന്റ്? അങ്ങനെ ഇപ്പം കുറെ പേര് പലതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് വേറെ എന്തിനെക്കാട്ടിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ആരാധിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാറുണ്ട്. ഇതുപോലെ കോട്ട് ചെയ്ത് പറഞ്ഞ വേറെ വാക്കുകളോ വല്ലതും ഓർമ്മയുണ്ടോ? സൂര്യ സാർ ഒരിക്കൽ പറഞ്ഞിരുന്നു ദിസ് ഗേൾ ഇസ് വെരി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർവ്യൂല്, ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. ரொம்ப ആറാത്ത് അതായത് ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് പണി അവിടെ എടുക്കുമെന്നുള്ളൊരു അവസ്ഥയായിരുന്നു. മറ്റേ സുധാ മാം കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ പെട്ടെന്ന് പോയി ചെയ്ത് അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിനക്ക് മടുക്കൂല്ലേ, നിനക്ക് വയ്യാണ്ടായില്ലേ ഇതെന്നുള്ള. അപ്പോൾ ഹി ഹാസ് ടോൾഡ് അങ്ങനെ ഒരു മെൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമാണ്. മലയാളത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആസിഫ്ക്ക് തന്നെ ഇരിക്കും മറ്റേ സൺഡേ ഹോളിഡേയിൽ ഒരു വലിയ സീൻ കഴിഞ്ഞിട്ട് വെരി നൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അതിങ്ങനെ കേൾക്കുന്നത് എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് പുതിയ സിനിമയെ കുറിച്ച് പറയാം. കിഷ്കിന്ധാ കാണ്ഡം. ഓക്കെ, കിഷ്കിന്ധാ കാണ്ഡത്തിലെ നായിക പറ, ശരിക്കും എത്ര കാണ്ഡമുണ്ട്? അയ്യോ അതൊന്നും അങ്ങനെ ചോദിച്ചാ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടോ? വായിച്ചാളാ. ഇപ്പൊ ശരിക്കും ഏത് കാണ്ഡത്തിലാണ്? ഞാനോ അങ്ങനെ ചോദിച്ചാ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, അരണ്യകാന്ഡം, കിഷ്കിന്ധാ കാണ്ഡം അവിടെയാണ് ഞാൻ. എപ്പോ സുന്ദരകാന്ഡത്തിലെത്തും? സുന്ദരകാന്ഡത്തിൽ എന്താ സംഭവിക്കണേ? സുന്ദരകാന്ഡത്തിലാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ശരിക്കും ട്രെയിലറിലൊക്കെ ഞങ്ങൾ ഒരു കുരങ്ങിനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പേര്, ഹെൻസ് ദ നെയിം. യെസ്, കിഷ്കിന്ധാ കാണ്ഡം എന്ന് പറയുന്നത് എന്താണെന്നറിയാലോ? കിഷ്കിന്ധാ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അത് മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ ഹനുമാനും സുഗ്രീവനും ഒഴിച്ച് ബാക്കി എല്ലാ കുരങ്ങന്മാരും വാനരപ്പട അവിടെ ഉണ്ടെന്നുള്ളത് ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ആ ഒരു ഏരിയ അങ്ങനെയാണ്. അങ്ങനെ ആ ലൊക്കേഷൻ ഭയങ്കര സ്പെഷ്യലായിരുന്നു. അത് ഭയങ്കര രസമായിട്ട് സിനിമയ്ക്ക് വർക്ക് ആവുകയും ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആക്ച്വലി ലൊക്കേഷനാണ്. എങ്കിൽ പറയൂ ആ സിനിമയിലെ സുഗ്രീവൻ ആരാ? അങ്ങനെ നമ്മൾ ഇന്ന ആൾക്കാർക്ക് ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടില്ല. 3 വൈസ് monkeys എന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ടുണ്ട്. ഇതിൽ പോസ്റ്ററിൽ കിഷ്കിന്ധാ കാണ്ഡം ടെയിൽ ഓഫ് 3 വൈസ് monkeys എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ആരൊക്കെയാണ് ആ 3 വൈസ് monkeys എന്നുള്ളത് ഞങ്ങളൊരു തർക്കത്തിൽ വരാറുണ്ട്. ഓക്കെ, ട്രെയിലറിലൊക്കെ ഞങ്ങൾ കണ്ട കുരങ്ങൻ ഒറിജിനലാണോ? അല്ല, ചിലത് ഒറിജിനൽ അല്ല. ചിലതൊക്കെ നമ്മളിങ്ങനെ സിനിമയല്ലേ, എല്ലാം ഒറിജിനലാക്കാൻ പറ്റൂലല്ലോ. വല്ലപ്പം മാന്തോ കാട്ടിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇത് കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെ കഥയൊക്കെയാണെന്ന് തോന്നുന്നല്ലേ? അതെ, ഇതില് അങ്ങനെ ഒരു ഇപ്പൊ ഒരു നായകൻ നായിക അങ്ങനെ ഒരു പരിപാടിയൊന്നും അല്ല. ഇത് നമ്മളെല്ലാവരും ഓരോ ക്യാരക്ടേഴ്സ് ആണ്. ഇനിയിപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ ശരിക്കും ഇതിൽ മെയിനായിട്ട് കുട്ടേട്ടനാണ്, അദ്ദേഹത്തിന്റെ കഥയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് ഞങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഉള്ള കുറെ നല്ല എന്ന് വെച്ചാൽ നമ്മൾ ആ വീട്ടിൽ വരുന്ന ഒരുപാട് പരിചയമുള്ള ആൾക്കാർ, അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ആണ് ഈ സിനിമ ശരിക്കും. പാലക്കാടായിരുന്നു ലൊക്കേഷൻ?
ഒറ്റപ്പാലം. മൊത്തം മഴയായിരുന്നു? മൊത്തം മഴയായിരുന്നില്ല, പക്ഷെ ഇടയ്ക്ക് ആ മഴ പെയ്തത് ഭയങ്കരമായിട്ട് മൂഡ് സെറ്റ് ചെയ്തു, ഒരു ആംബിയൻസ് ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൊക്കേഷൻ ഭയങ്കര രസമാണ്, ഭയങ്കര സ്പെഷ്യലാണ് ആ ലൊക്കേഷൻ. അത് ആ വീട് നമ്മളിങ്ങനെ വരാന്തയിലൊക്കെ ഇരിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ആ വീട്ടിലത്തെ ആൾക്കാരെ പോലെ തന്നെയായിരുന്നു ആ ഷൂട്ടിൻ്റെ സമയം മുഴുവൻ. അങ്ങനെ മറ്റേ ക്യാരവനിൽ പോക്കോ ഒന്നുമില്ല, നമ്മൾ അവിടെ തന്നെ ഇരിക്കും. അവിടെ എല്ലാവരും എന്തെങ്കിലും വിശേഷം, കൂട്ടുകാരൻ്റെ എന്തെങ്കിലും കഥകളൊക്കെ പറയുന്നുണ്ട്, അത് കേട്ടിരിക്കും, അല്ലെങ്കിൽ അടുത്ത സീൻ നോക്കുന്നുണ്ടാവും. അപ്പം ഭയങ്കരമായിട്ട് നമ്മൾ ആ ലൊക്കേഷനായിട്ട് ഭയങ്കരമായിട്ട് സിങ്കായി എല്ലാവരും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇടയ്ക്ക് മഴ പെയ്യുന്നതും അതൊക്കെ ഭയങ്കരമായിട്ട് ആ ഒരു സിനിമയുടെ മൂഡും ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു ആക്ച്വലി ഷൂട്ട്. കാട് മഴ അട്ടടിച്ച അട്ട ഇല്ല. കാടെന്ന് പറഞ്ഞാൽ ആ വീടിന്റെ ബാക്കിലേക്ക് ഫുൾ ഇങ്ങനെ മരങ്ങളും അതൊക്കെ, ആ വീട് അങ്ങനെയാണ്, ആ ഒളപ്പമന്ന മന അങ്ങനെയാണ്, അവിടെയാണ് ഫുൾ ഷൂട്ട്. അവിടെ ഈ ശരിക്കും ആ വീട് കഴിഞ്ഞ് സ്റ്റെപ്സ് കഴിഞ്ഞ ഫുൾ അങ്ങടേക്ക് മരങ്ങളും ഒരു കാട് പോലെ അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. അട്ടൊന്നും കടിച്ചില്ല. ഇല്ലല്ലോ, ഇല്ല. പറഞ്ഞോ അവിടെ പോയപ്പോ പറഞ്ഞോ ഇവിടെ ഒരുപാട് ചരിത്ര സിനിമകൾ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ബ്രഹ്മയുഗവും അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് അവര് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ബ്രഹ്മയുഗം അവിടെയാണ് ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നും പിന്നെ അടുത്തത് മമ്മൂക്കയുടെ പടമെന്നൊക്കെ ഇങ്ങനെ. അന്ന് പേര് എനിക്ക് തോന്നുന്നില്ല അറിയുന്ന, അന്ന് അടുത്തത് മമ്മൂക്കയുടെ പടം അവിടെ ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആസിഫിന്റെ കൂടെ 5ാമത്തെ പടമല്ലേ? യെസ്. അപർണയുടെ ബെസ്റ്റ് പെയർ ആസിഫാണ്. 6ാമത്തെ പടമല്ലേ? 5 5 6 അങ്ങനെ അല്ലേ. നമ്മൾ പെയറായിട്ട് അഭിനയിച്ചതിൽ ഇപ്പൊ 3 തൃശ്ശൂർ പേരൂർ ക്ലിപ്തം, സൺഡേ ഹോളിഡേ, ബിടെക്. അത് കഴിഞ്ഞ് കാപ്പയിലുണ്ടായിരുന്നു, 2018 അത് കഴിഞ്ഞ് ഇപ്പൊ 6ാമത്തെ. ആസിഫാണോ ബെസ്റ്റ് പെയർ? അങ്ങനെ അറിയില്ല. നമ്മൾ ഭയങ്കര ആദ്യത്തെ സിനിമ വിട്ടിട്ട് ഭയങ്കര കണക്റ്റഡ് ആയി, ഭയങ്കര നല്ല ഫ്രണ്ട്സ്, ഭയങ്കര ക്ലോസ്, ഒരു ഭയങ്കര ഫാമിലി ആയി. നമ്മൾ ഭയങ്കരമായിട്ട് അടുപ്പം വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര എഫേർട്ട്ലെസ് ആണ് ഇക്കടെ കൂടെ അഭിനയിക്കുമ്പോൾ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ടെൻഷൻ അല്ലെങ്കിൽ അറിയാമല്ലോ, ഭയങ്കരമായിട്ട് അറിയുന്ന ആളായതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ തൊട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ബെസ്റ്റ് പേരാണോ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ആയിരിക്കും. കാരണം വേറെ ആരുമായിട്ട് ഞാൻ ഇത്രയും സിനിമകളും ചെയ്തിട്ടില്ല. ഇക്കടോട് പടം ചെയ്യാന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിരിക്കും. ആൾക്കാർ പറയാറുണ്ടോ, ഈ പല ആൾക്കാരും കഥ പറയുമ്പോൾ അപർണയോട് ആദ്യം പറയുമ്പോൾ ഇതിൽ ആസിഫ് അലിയാണ് നായകനായിട്ട് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ആസിഫിനോട് പറയും ഇതിൽ അപർണയാണ് നായികയായിട്ട് വന്നിട്ടുണ്ടാവും. എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇടയിലൊക്കെ കുറേ സിനിമകൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ നമ്മൾ ആ സിനിമകൾ കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാജുവലി വേറെ അങ്ങനെ നമ്മൾ ആക്ച്വലി കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പേരായിട്ട് 3 പടങ്ങളാണ് ഇതുവരെ ചെയ്തത്. പക്ഷേ പിന്നെ എപ്പോഴും ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ അറിയുന്നൊരു ഫീൽ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഈ പടം ചെയ്യുമ്പോൾ എന്തായിരുന്നു വ്യത്യാസം ബിടെക് കഴിഞ്ഞപ്പോഴേ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് നിങ്ങളുടെ ജോഡിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സൺഡേ ഹോളിഡേ ആണോ? എനിക്ക് എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം. അത് ഭയങ്കര എനിക്ക് തോന്നുന്നു എല്ലാം കൂടി സൺഡേ ഹോളിഡേക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട് ആ സിനിമയ്ക്കായിട്ടൊരു ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട് ആ സിനിമയ്ക്ക്. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരുവിധം എല്ലാ ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരും എല്ലായിടത്തുനിന്നും എവിടെയാണെങ്കിലും മറ്റേ ടി വിയിലൊക്കെ വരുമ്പോൾ എപ്പോഴും കാണുന്ന സിനിമയാണ് സൺഡേ ഹോളിഡേ. അപ്പോൾ ഇപ്പോഴും എനിക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്ന ഒരു സിനിമയും സൺഡേ ഹോളിഡേ ആണ്. അത് ആ സിനിമയുടെയും കൂടെ പ്രത്യേകത ജിസേട്ടന്. അപ്പോൾ ആ ഒരു കണക്ഷനും ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് മൊത്തത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കാരണം കൊണ്ടൊക്കെ കൂടിയിട്ടാണ് തോന്നുന്നു അത് ഭയങ്കര രസമായിട്ട് വന്ന സിനിമ. ഇപ്പോഴും ആൾക്കാർ പറയുന്നതും അതുകൊണ്ടാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്ലിപ്പ് വരുമല്ലോ അതിൽ ആസിഫിന്റെ വീട്ടിൽ പോയ സീനില്ലേ, ലാസ്റ്റ് ടുവേർഡ്സ്. അതെ മനസ്സിലായി. അത് കൊറേ അത് വിട്ട് ട്രോൾ അല്ലാണ്ട് വന്നിട്ടുണ്ട്, കൊറേ ഇങ്ങനെ സർക്കുലേറ്റ് ആയി പോയിട്ടുണ്ട്. ഇതിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനൊക്കെ വരുമ്പോൾ അതൊക്കെ ഭയങ്കര രസം. എനിക്ക് സൺഡേ ഹോളിഡേയും ആക്ച്വലി കിഷ്കിന്താകാണ്ടും ഭയങ്കര സിമിലർ ആവാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ 2 സിനിമകളാണ് കഥ കേട്ട ഉടനെ യെസ്, അതായത് ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞ 2 സിനിമകൾ, ഇത് 2 സിനിമകളും അതിൽ പെട്ടത്. ജിസേട്ടൻ അന്ന് സൺഡേ ഹോളിഡേയുടെ കഥ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാനിങ്ങനെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആ ഒരു അപ്പോഴത്തെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവില്ലേ നമ്മൾ എന്തായാലും ഇത് ചെയ്യാമെന്നുള്ള, അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ കമ്മിറ്റ് ചെയ്തതാ. ആസിഫിലെ കണ്ട പ്ലസ് എന്താ?
ആസിഫ് കെയിൽ കണ്ട പ്ലസ് ഭയങ്കര കംഫർട്ടബിളാണ്. എല്ലാവരെയും സെറ്റിലുള്ള എല്ലാവരെയും ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ഒരു ആളാണ് ആസിഫ് ഖാൻ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഡയറക്ടേഴ്സും ഒരു പടം കഴിഞ്ഞാൽ വീണ്ടും 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 ഇക്കാനെ വെച്ച് പടം ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ആസിഫ് ഖാൻ. അത് ഭയങ്കര വലിയൊരു പ്ലസ് ആണ്. അപ്പോൾ നെഗറ്റീവായിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇത് എനിക്ക് തോന്നുന്നു ആസ് എൻ ആർട്ടിസ്റ്റ് വെരി കംഫർട്ടബിൾ ടു വർക്ക് വിത്ത്. അതാണ് ഒരു സിനിമയിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി അപർണ പാടിയ കുറച്ച് പാട്ടുകൾ ഞാൻ പറയാം, വളരെ കുറച്ച് പാട്ട്, 2 ലൈൻ എനിക്ക് പാടിത്തരണം. എന്നിട്ട് ആ പാട്ടിനെ കുറിച്ച് അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം പറഞ്ഞു. ആദ്യം മൗനങ്ങൾ, മഹേഷിന്റെ പ്രതികാരം പാടണം. ഇപ്പോ 2 ലൈൻ പാടണം. മൗനങ്ങൾ മിണ്ടുമൊരേ നേരത്ത്, മോഹങ്ങൾ പെയ്യുമൊരേ തീരത്ത്, ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനിതളിലറിയ ശലഭമായി വരവായി, ഇന്നെഞ്ചം നീലാകാശം. ഇത് മഹേഷിന്റെ പ്രതികാരത്തിന്റെ സമയത്ത് മധു എന്നാണ് കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഡയറക്ടറാണ്. മധു ചേട്ടൻ ആണ് എന്നെ ഏറ്റവും കൂടുതൽ പാട്ട് പഠിപ്പിക്കുക സെറ്റില്. ഫുൾ ടൈം പാടുവോ? എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മധു ചേട്ടൻ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു പാട്ട്, നീ ഇത് പഠിച്ചിട്ട് വരണം, നീ ഇത് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ പാട്ട് പഠിപ്പിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വല്ലപ്പോഴും നമ്മളിങ്ങനെ വെറുതെ ചില്ല് ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം നൈറ്റ് ഷൂട്ട് അല്ലെങ്കിൽ അങ്ങനെ വല്ല ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ മധു ചേട്ടനാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്, അവളെ കൊണ്ട് പാടിപ്പിച്ചാലോ ഈ പാട്ട് എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ബിജുചേട്ടൻ്റെ അവിടെ പോയി ഇത് പാടി. എനിക്കറിയില്ലല്ലോ പിന്നെ ഇതിങ്ങനെ ആദ്യമായിട്ട് ഒരു മഹേഷിന്റെ പ്രതികാരം പോലത്തെ ഒരു സിനിമയിൽ, അതും ബിജിപാൽ പോലത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ പാടാൻ വിളിക്കുന്നു. ഇതൊക്കെ റിയൽ ആണോ എന്നുള്ളത് നമുക്കൊന്നും കൂടെ ഒന്ന് മറ്റേ ഇങ്ങനെ പിൻ ചെയ്ത് നോക്കേണ്ട സീനാണ്. ആൻഡ് ഈ സിനിമ ഇറങ്ങുന്നതിന് 2-3 ദിവസം മുന്നേ തോന്നുന്നു പാട്ടിറങ്ങിയ. ഞാനപ്പോൾ ഇവിടെ ഇല്ല, ഞാൻ സൂററ്റിലായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ബസ്സിൽ പോകുമ്പോൾ എൻ്റെ പേര് പാട്ട്, എൻ്റെ പാട്ട് ഇറങ്ങി എന്നുള്ളൊരു ഭയങ്കര ഫീലായിരുന്നു അത്. പക്ഷെ ഞാനത് നാട്ടിലുണ്ടായിരുന്നില്ല എൻജോയ് ചെയ്യാൻ, വീട്ടുകാരുടെ കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെനിക്കൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എൻ്റെ ഫസ്റ്റ് സോങ് ഇസ് ലൈക്ക് വെരി സ്പെഷ്യൽ. ഒരു പഴയ പാട്ടുണ്ട് തമിഴ്, മല്ലിക എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് മധുചേട്ടൻ ഇങ്ങോട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ടാണ്, പക്ഷെ ഞാൻ എന്നിട്ട് കുത്തിരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അത് പഠിച്ച്. അടുത്ത് തെന്നൽ നിലാവിൻ്റെ. ഓക്കെ. തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി, മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി, തേനൂറുമാവാക്കു നിൻ കാതിലായി ചൊല്ലാം ഞാൻ. ഇത് ഭയങ്കര തമാശ കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജൂഡേട്ടൻ്റെ അടുത്ത് കഥ കേൾക്കാൻ വരുമ്പോൾ അച്ഛനും ഉണ്ടായിരുന്നു കൂടെ. അമ്മ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ എറണാകുളത്ത് ഒരു കളമശ്ശേരി ഒരു ഫ്ലാറ്റിൽ അച്ഛൻ ജൂഡ്ചേട്ടനെ കണ്ടോടെ ആദ്യം പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല, മോളെ കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പാട്ട് കറങ്ങി തിരിഞ്ഞ് എനിക്ക് വരുന്നത്. ജൂഡ്ചേട്ടൻ അത് എപ്പോഴും പറയും. അത് അച്ഛൻ ബേസിക്കലി രണ്ടുപേരും മ്യൂസീഷ്യൻസ് ആയതുകൊണ്ട് അവർക്ക് ഞാൻ പാട്ട് പാടണം അല്ലെങ്കിൽ നല്ല കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ പാടണം എന്നുള്ളത് അവർക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അച്ഛനപ്പം അങ്ങനെയൊന്നും ചോദിക്കുന്ന ആളും അല്ല. അപ്പോൾ പക്ഷേ ജൂഡ്ചേട്ടനാണെങ്കിലും ഈ പറഞ്ഞ മാതിരി നമുക്ക് ഭയങ്കര ഫാമിലി ആയിട്ട് ചേച്ചിയും ചേട്ടനൊക്കെ ഭയങ്കര ക്ലോസ്. അപ്പോൾ ചേട്ടനെ കണ്ടോടെ പറഞ്ഞത് ഈ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, പക്ഷേ ഇവളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കണം. അങ്ങനെ ഷാനിക്കയുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് പാടിയ പാട്ടാണിത്. ആൻഡ് ഇതെനിക്ക് ഏറ്റവും പ്രത്യേകത, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഞാനും വിനീതേട്ടനും അഭിനയിക്കുകയും ചെയ്ത് ഞങ്ങൾ പാടുകയും ചെയ്ത പാട്ടാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ടൊരു രസമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഭയങ്കര അത്ഭുതമായി തോന്നി. കാരണം നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുമില്ലായിരുന്നു, അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല. പക്ഷെ കറങ്ങി തിരിഞ്ഞത് അങ്ങനെ വന്നു. ആ ക്യാരക്ടർ ആക്ച്വലി ഇനീഷ്യലി വേറെ ആരോ ചെയ്യാതിരുന്നതാ പഴയകാലം. പിന്നെയാണ് ചേട്ടൻ പറഞ്ഞത് നീ തന്നെ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഭയങ്കര കറങ്ങി തിരിഞ്ഞ് അങ്ങനെ ആയിപ്പോയതാ. അടുത്ത മഴ പാടും. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ. ഇത് എങ്ങനെയാണ് ഞാൻ അതിലേക്ക് എത്തുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതിൽ ഭയങ്കര വേറൊരു കോമഡി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപക്കേട്ടൻ്റെ സ്റ്റുഡിയോയിൽ പാട്ടൊക്കെ പാടി നമ്മൾ ഷൂട്ട് ചെയ്ത്, മറ്റേ മേക്കിംഗ് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ദീപക്കേട്ടനോട് പതുക്കെ ചോദിച്ചു, എന്നെ ഓർമ്മ ഉണ്ടാവാൻ സാധ്യതയില്ല, പക്ഷെ പണ്ട് ഞാനൊരു സാഹസം കാണിച്ചിട്ടുണ്ട്. ഈ റിയാലിറ്റി ഷോ ഇല്ലേ
നമ്മുടെ പാട്ട് പാടുന്ന. അതിൽ ദീപകേട്ടനും അൽഫോൻസ് ചേട്ടനൊക്കെ ഉള്ളൊരു അതിന് ഞാൻ പോയിട്ടുണ്ട്. അതിനെ റിജക്ട് ചെയ്ത് കളഞ്ഞു. ഷെയ്ൻ നിഗത്തിന് അതിലാണോ? ഷെയ്ൻ ഡാൻസ് ആയിരുന്നില്ലേ? ഞാൻ പാട്ടിന്റെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. താങ്ക് യു എന്ന് പറഞ്ഞ എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിസ്സേട്ടൻ പറഞ്ഞു തനിക്ക് ഇത് കിട്ടണോ. അവരവിടെ ഇരുന്ന് കൗണ്ടർ അടിക്കില്ല, അന്ന് കൗണ്ടർ ഒക്കെ അടിച്ചു. അല്ല എനിക്ക് ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്റെ പാട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നാത്തോണ്ടായിരിക്കും ഇതായി. അപ്പൊ ഞാൻ അന്ന് മറ്റേ താമരക്കുരുവിക്ക് തട്ടമിടില്ല അതൊക്കെയാ പാടിയ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അന്ന് ഭയങ്കര സങ്കടമായിരുന്നു, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അമ്മയുടെ അടുത്ത് നിന്നിട്ട്. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഞാൻ ദീപക്കേട്ടൻ്റെ ഒരു പാട്ട് പാടിയത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഇഷ്ടമുള്ള വേറൊരു പാട്ടുണ്ട്, മഞ്ഞിപ്പായ സോങ്. 8 തോട്ടം. യെസ്, അതെനിക്ക് അങ്ങനെ കറക്റ്റ് ലിറിക്സ് ഒന്നും ഓർമ്മയില്ല. അതല്ല, പക്ഷെ ഭയങ്കര അതും പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയാ ടീമായിട്ട് ഭയങ്കര സെറ്റായി, ഭയങ്കര ജെല്ലായി. കുറെ യങ്സ്റ്റേഴ്സ്, നമ്മൾ ഏകദേശം ഒരേ പ്രായക്കാരാണ് പടം ചെയ്തത്, മ്യൂസിക് ഡയറക്ടറും അതെ. അങ്ങനെ ഞാനൊരു ദിവസം ഒരു പറഞ്ഞു ഇങ്ങനെ പാടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പാടിയ പാട്ടാണ്. ഓക്കെ, രായന്റെ ഓഡിയോ ലോഞ്ച് ഇല്ലേ, ആ സമയത്ത് AR റഹ്മാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ? സ്റ്റേജിൽ AR റഹ്മാനെ കുറിച്ച് പറയുന്ന സമയത്ത് വിറക്കുമായിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഓവർവെൽമിങ് ഒരു മൊമെന്റ് അല്ലേ, അതായത് ഇത് തൊട്ടടുത്ത് കാണാൻ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാള് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് ആക്ച്വലി റഹ്മാൻ സാറിന്റെ പാട്ടുകൾ. റഹ്മാൻ സാർ എനിക്ക് തോന്നുന്നില്ല ആർക്കും അത് അങ്ങനെ ഒരു ഫേസ് ഇല്ലാത്ത ആരും ഇല്ല. അപ്പോൾ അങ്ങനെ ഉള്ളൊരാളെ തൊട്ടടുത്ത് കാണാതെ, ഇത് ഒരേ റോലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സൈറ്റ്മെന്റ് അപ്പോഴാണ്, അതാ ഞാൻ മെൻഷൻ ചെയ്തത്, വേൾഡ് കപ്പ് അപ്പോഴാണ് നമ്മൾ ജയിച്ച. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്ന പാട്ടും മാത്തുജയ് സലാം, അതും അദ്ദേഹത്തിന്റെ പാട്ടാണ്. അതല്ലാണ്ട് ഒരു വീഡിയോ പോലും കാണാൻ പറ്റില്ല, അത് ഭയങ്കര ഗൂസ് ബംസ് വരുന്ന വീഡിയോ ആണ്. അപ്പം അത്രയും വൈറ്റൽ ഒരു റോള് ഇദ്ദേഹം എല്ലാവരുടെയും ലൈഫിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളെ പറ്റി പറയുമ്പോൾ ഐ വാസ് ഓവർവെൽംഡ്, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. റഹ്മാനോട് നേരിട്ട് സംസാരിച്ചായിരുന്നു അന്ന്? ഞാനൊരു ഹായ് പറഞ്ഞു, ഹായ് സർ ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു. വേറെ എന്താ പറയണ, നാണായിപ്പോയി. ഞാൻ വേഗം ഓടിപ്പോയി അവിടുന്ന് കൊടുത്തു. പാട്ട് കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു റഹ്മാൻ. ഇല്ല, അങ്ങനെയൊന്നും സംസാരിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അറിയില്ല. പിന്നെ ഞാൻ സർവം താളമയും റഹ്മാൻ സാറായിരുന്നല്ലോ ചെയ്തിരുന്നത്. അങ്ങനെ അപ്പൊ അന്ന് മിസ്സായ ഒരു ഓഡിയോ ലോഞ്ച് ആയിരുന്നു അത്. ഇപ്രാവശ്യം രായനിൽ കൂടെ വന്നു. സൂപ്പർ. പ്രവീൺ ഓഗസ്റ്റ് ഇപ്പോഴും ഉണ്ടോ? എങ്ങനെ അറിയാം? പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രോഗ്രാംസ് നടത്താറുണ്ട്. അതിലിപ്പോൾ അച്ഛൻ്റെ ചേട്ടന്മാർ രണ്ടുപേരും ഇല്ല ഇപ്പോൾ. അവര് എന്താ പറയുക, അവരൊക്കെ ആയിട്ട് തുടങ്ങിയ ഓർക്കസ്ട്ര ആയിരുന്നു അത്. പക്ഷെ ഇപ്പോഴും കൊടുവായൂർ അച്ഛൻ്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രവീൺ ഓർക്കസ്ട്ര അറിയാത്ത ആരും ഉണ്ടാവില്ല. അച്ഛൻ 10ാമത്തെ മോനാണ്, അപ്പൊ 10ാമെന്നാണ് അച്ഛനെ വിളിക്കുക. ഇവരെ പൊതുവെ അറിയപ്പെടുന്നത് പാട്ട് ടീച്ചറിന്റെ മക്കൾ എന്നാണ്. അപ്പം അച്ഛന്റെ സിസ്റ്ററിന്റെ പേരാ പ്രവീണ. അങ്ങനെയാണ് പ്രവീൺ ഓർക്കസ്ട്ര വന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ തുടങ്ങിയ ഒരു സിബ്ലിങ്സിന്റെ ബാൻഡായിരുന്നു അത് ആക്ച്വലി. പക്ഷെ ഇപ്പോഴും അച്ഛൻ നമ്മളെല്ലാവരും പ്രോഗ്രാംസും എല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പാടാൻ പോകാറുണ്ടായിരുന്നു പണ്ട്? ഇപ്പോഴും ഞാൻ പാടാൻ പോകാറുണ്ട്. ഇപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പരിപാടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ട് പാടാനൊക്കെ പോകാറുണ്ട്. സൂപ്പർ. പണ്ട് ഏത് കഥ കേട്ടാലും ആദ്യം ദിലീഷ് ഏട്ടനോട് ആദ്യം എനിക്ക് അങ്ങനത്തെ ഒരു കണക്ഷൻ ഉള്ളത് അവരുടെ അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിലീഷ് ഏട്ടൻ, ഉണ്ണിമായ ചേച്ചി, ശ്യാമേട്ടൻ. ബിക്കോസ് ഒരു ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് വന്നതല്ലേ സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക്. അപ്പൊ എനിക്കറിയില്ല ഈ കഥ കേട്ടാൽ എങ്ങനെ എന്താ നോക്കണ്ടേ, എങ്ങനെ അനലൈസ് ചെയ്യണം, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്, നീ എല്ലാ പ്രാവശ്യവും നീ തന്നെ ഒരു ഡെസിഷൻ എടുക്കണം. അങ്ങനെ ഒരു ഭയങ്കര കുറെ ട്രയൽ ആൻഡ് എറേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇവിടം വരെ എത്തിയത്. പക്ഷെ ഫസ്റ്റ് എനിക്ക് അവരെ ഗോ ടു പീപ്പിൾ അവരായിരുന്നു എനിക്ക് എപ്പോഴും. ഫസ്റ്റ് സ്വന്തമായി കേട്ട കഥ ഏതാ? എനിക്ക് തോന്നുന്നു തമിഴ് സിനിമ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കഥ അതൊക്കെ ഞാൻ തന്നെയാണ്. ഞാനും അച്ഛനും കേൾക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു സൺഡേ ഹോളിഡേ ആയിരിക്കും ഞാൻ തന്നെ കേട്ടിട്ട് ഡിസൈഡ് ചെയ്തൊരു സിനിമ. കഥ കേൾക്കാറാണ്, വായിക്കാറില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? എനിക്ക് കൂടുതൽ അതാണ് ഇഷ്ടം. എനിക്ക് ആ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ആ റൈറ്റർ നറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫീലുണ്ട് നമുക്ക്. അത് ചിലപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ ഏത് ടോണിലോ അത് വായിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഞാനായിട്ട് വായിക്കുന്നതിനേക്കാൾ അറ്റ്ലീസ്റ്റ് ഒരു സമ്മറിയോ അല്ലെങ്കിൽ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വായിക്കുമ്പോൾ നമുക്ക് ആ മൂഡിൽ വായിക്കാൻ പറ്റും. അപ്പം എനിക്ക്
ഫസ്റ്റ് ഗോ ടു പ്രിഫറൻസസ് കഥ കേൾക്കുക എന്നുള്ളത്, ആ നറേഷൻ കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വായിക്കാൻ കുഴപ്പമില്ല. വായിക്കാൻ മടിയായതുകൊണ്ട് അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നഷ്ടപ്പെട്ട സിനിമകൾ കുറേ? ഇല്ല, ഒന്നും അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് പക്ഷെ മറ്റേ ഇപ്പം ഡിജിറ്റലി അയക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മറ്റേ ബുക്കായിട്ട് തന്നെ വായിക്കാനാണ് ഇഷ്ടം. അതാണ് കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ വായിക്കാൻ എളുപ്പം. അതെനിക്ക് മറ്റേ ഇതിലിരുന്ന് ഇങ്ങനെ വായിക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാ. എപ്പോഴാ കിഷ്കിന്ദ കാണ്ഡത്തിന്റെ കഥ കേട്ടത്? 1.5 years ബാക്ക് ബാഹുലേട്ടനും ദിഞ്ചിത്തേട്ടനും കൂടിയിട്ടാണ് വന്ന് ഈ കഥ പറഞ്ഞത്. ഈ പ്രൊമോഷന് ആസിഫ് ക പറയുന്നുണ്ടായിരുന്നു ഇക്കാക്ക് മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെച്ചുകൊടുത്തിട്ട് ആ കഥ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ എനിക്കത് മിസ്സായി എന്നുള്ള വിഷമമുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് തന്നെ ആ പറഞ്ഞ കഥ കേട്ടിട്ട് ഞാൻ യെസ്ന്ന് ഒറ്റയടിക്ക് പറഞ്ഞൊരു കഥയാണ് അത്. അത്രയും കിടിലമായിട്ടാണ് ബാബുലേട്ടൻ നെറേറ്റ് ചെയ്തതും. പിന്നെ ആ കഥയ്ക്കും അത്രയും ഭയങ്കര ഒരു നമ്മൾ എപ്പോഴും കാണാത്തൊരു കുറേ എലിമെന്റ്സ് ആ കഥയിലുണ്ട്. അപ്പം അങ്ങനെ ഞാനൊരു 1.5 വർഷം മുന്നേ ആയിരിക്കും തോന്നുന്നു കിഷ്കിന്ദ കാണ്ഡത്തിന്റെ കഥ കേട്ടത്. ധനുഷ് എന്ന ആക്ടറെ ഞങ്ങൾക്കറിയാം. ധനുഷ് എന്ന ഡയറക്ടർ എങ്ങനെയുണ്ടായിരുന്നു? ധനുഷ് എന്ന കൊറിയോഗ്രാഫർ എങ്ങനെയുണ്ടായിരുന്നു? കിഡിലുമായിരുന്നു. അതായത് നമ്മൾ എന്താ പറയുക, ഒരാളെ കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആവില്ലേ, അങ്ങനെയാണ് പുള്ളി വർക്ക് ചെയ്യുക സെറ്റിൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഡയറക്ഷൻ, ഇപ്പം ആക്ടർ ഈ പറഞ്ഞ മാതിരി ധനുഷ് എന്ന് പറഞ്ഞ ആക്ടറിനെ അല്ലെങ്കിൽ ഒരു സ്റ്റാറിനെ എല്ലാവർക്കും നമുക്കറിയാം. പക്ഷേ ഡയറക്ഷനിലേക്ക് വന്നപ്പം ഭയങ്കര രസമാണ് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന കാണാൻ. അതായത് നമ്മൾ ഓരോരുത്തരുടെ അടുത്തുനിന്നും നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ കിട്ടണം എന്ന് നിർബന്ധമുള്ളൊരു ഡയറക്ടറാണ്. അപ്പം എനിക്ക് അതിൽ അത്ഭുതം തോന്നിയത് പുള്ളി ഒരു ആക്ടറാണ്, പക്ഷെ വേറെ ഒരു തരത്തിൽ പുള്ളിക്ക് ആ സിനിമ നന്നാവുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് പുള്ളി ആ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കാണുന്നത് തന്നെ. പിന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഭയങ്കര പെർഫെക്ഷനോടെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു ആളാണ്. അപ്പം ഇതേപോലത്തെ ഒരു ഡയറക്ടർ ആയിരുന്നു എനിക്ക് സുധാ മാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഒരു വർക്കിംഗ് പാറ്റേണിനോട് ഭയങ്കര സിങ്കായി. രണ്ടുപേർക്കും ഭയങ്കര വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. റെസ്റ്റ് എടുക്കലൊക്കെ വളരെ കുറവാണ് രണ്ടുപേരും. സാറാണെങ്കിലും രാത്രി എത്ര നേരം ഷൂട്ട് പോയാലും രാവിലെ ഒരു 6:30 വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹിൽ ബി ദർ. ആദ്യം ഉണ്ടാവും അവിടെ, ആരെക്കാളും മുന്നേ ഉണ്ടാവും അവിടെ സെറ്റിൽ. അത് ഭയങ്കര നിർബന്ധമാണ്, ടൈം കീപ്പ് ചെയ്യുക. വർക്ക് ഹാസ് ടു ബി വെരി പെർഫെക്റ്റ് എന്നുള്ള നിർബന്ധമുള്ള ഒരാളാണ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ്. കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ബാബ ഭാസ്കർ സാറാണ് ആ പാട്ട് കൊറിയോഗ്രാഫി ചെയ്തത്. ഇവർ രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരുമാതിരി അയ്യോ ഇനി ഇതിപ്പോൾ എങ്ങനെ ഇതുപോലെ ചെയ്യും എന്നുള്ളൊരു മൂഡാവും. കാരണം അങ്ങനത്തെ ഗ്രേസ് ആണ് ഇവർ രണ്ടുപേരും കളിക്കുമ്പോൾ. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഇവർ ഒരു 10 തവണ കളിച്ചാലും 10 തവണ കാണിച്ചു തരുമ്പോഴും അതേ ഗ്രേസോടും എനർജിയോടും കൂടിയിട്ട് ഇവരത് ചെയ്ത് കാണിച്ചു തരാം ഓരോ സീനും. അത് ഭയങ്കര രസമായിരുന്നു. പക്ഷെ അത് എന്താ പറയുക, കാണാനും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നി. എത്ര ടേക്ക് വരെ പോകും ധനുഷ് എന്ന ഡയറക്ടർ? എത്ര ടേക്ക് വേണമെങ്കിലും പോകും. അത് വളരെ റെയർ ആയിട്ടാ ഇത് മതി എന്ന് പറയുന്നൊരു അവസരം വന്നിട്ടുള്ളൂ. അതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സീനുകൾക്ക് മാത്രമേ, സമയം കളയണ്ടെന്ന് തോന്നുന്ന സീനുകൾക്ക് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾക്ക് മാത്രമേ അത് ഉള്ളൂ. അല്ലാത്ത എല്ലാം ഇന്നൊരു ഫുൾ ഡേ ഷൂട്ട് ചെയ്യേണ്ടി വന്നാലും ശരി. മത്തങ്ങ പുളിങ്കറിയും പൊറോട്ടയും എന്റെ വീക്ക്നെസ്സുകളാണ്. രണ്ടും ഒരുമിച്ചല്ല കേട്ടോ, പൊറോട്ടയും ബീഫും മത്തങ്ങ പുളിങ്കറിയും ചോറും. അത് അങ്ങനെ. ഇവിടെ ഒരു നടൻ വന്നപ്പോ പറഞ്ഞായിരുന്നു, ഞാനൊക്കെ പൊറോട്ട നിന്ന് എന്ത് അപർണ ബാലമുരളി പൊറോട്ട എന്നല്ലേ പൊറോട്ട എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഭയങ്കര ആസ്വദിച്ചാ ഫുഡ് കഴിക്കുക. അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ ഭയങ്കര ഫുഡ് കഴിക്കുന്നു. പക്ഷെ ഞാൻ എത്ര കുറച്ച് കഴിച്ചാലും കുറെ കഴിച്ചാലും ഞാൻ ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നു. മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഉണ്ടാക്കി തന്ന ആളെ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളത്. അത് ഞാൻ അമ്മയുടെ അടുത്താണെങ്കിൽ എപ്പോഴും, അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കും ഇഷ്ടമാണ് ഉണ്ടാക്കാൻ. ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും മറ്റേ നല്ല രസം, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി എന്നുള്ളത് ഞാനത് പറയും. മെൻഷൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. ഇനി ബിസിനസിനെ കുറിച്ച് പറഞ്ഞു. ഓൺലൈൻ ഡ്രസ് ഷോപ്പ് തുടങ്ങാൻ എന്തായിരുന്നു കാരണം? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പൂജ. അവളുടെ അടുത്ത് കുറെ നാളായി ഞാൻ പറയുന്നത് എനിക്ക് എന്തെങ്കിലും നിന്റെ കൂടെ തുടങ്ങണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ അറിവില്ല. പക്ഷെ അവൾക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്. ഷീസ് ഓൾറെഡി ആൻ ഓൺട്രപ്രണർ, വെരി സക്സസ്ഫുൾ ഷീ ഈസ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു അവസരം ഒത്തു കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ നമുക്ക് യൂഷ്വലി കാണുന്ന ടൈപ്പ് അല്ലാണ്ട് നമ്മുടേതായിട്ടുള്ള പ്രിന്റുകൾ വെച്ചിട്ട് ഇടാം. അപ്പോൾ ഇത് വേറെ എവിടെയും യു വോണ്ട് സീ ഇറ്റ്. നമ്മുടെ പ്രിന്റാണ്, ഞങ്ങളായിട്ട് ഡിസൈൻ ചെയ്യുന്ന പ്രിന്റാണ്. അപ്പോൾ അങ്ങനെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പരിപാടി ഐഡിയ വന്നപ്പോൾ നമ്മളത് തുടങ്ങാമെന്ന് വിചാരിച്ചു. നന്നായി പോകുന്നു. അവൾക്കപ്പോൾ ഇവിടെ ഓൾറെഡി ഒറിജിൻ എന്ന് പറഞ്ഞ ബുട്ടീക്കിന്റെ ഓണറാണ്. അപ്പം വെരി എക്സ്പീരിയൻസ് ഷീസ്. അതുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റി. എങ്ങനെ ഇതിലേക്ക് നയൻതാര വന്നു? ഞാൻ ചോദിച്ചു
എനിക്കൊന്ന് ഇത് ലോഞ്ച് ചെയ്ത് തരുമോ ഞാൻ എന്താ ചെയ്തു തരാം. ഞങ്ങൾ കുറേ നാളായിട്ട് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കും. എനിക്ക് സൂര്യ പോട്ടർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു, അവാർഡ് കിട്ടി കഴിഞ്ഞിട്ട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ഹേഴ്സ്. അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. പുള്ളിക്കാരിയുടെ ആ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ആൻഡ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര പവർഫുള്ളായിട്ട് നമുക്ക് തോന്നുന്നൊരു ലേഡിയാണ് നയൻതാര മാം. അപ്പോൾ ഐ ലവ് ഹർ. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കും, എന്നെ മറ്റേ സൂര്യ പോട്ടർ കഴിഞ്ഞപ്പോൾ വിളിച്ചിരുന്നു, ഇത് കഴിഞ്ഞപ്പോൾ വിളിച്ചിരുന്നു, അവാർഡ് കഴിഞ്ഞപ്പോൾ. വി ഹാവ് കോൺസ്റ്റന്റ് കോൺടാക്ട്, ഫോൺ ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഉണ്ട്. അടുത്ത ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് കാളിദാസിന്റെ നിശ്ചയം, മാളവികയുടെ കല്യാണം. നിശ്ചയം കല്യാണം അത് ഭയങ്കര കണ്ണനും ചക്കി എനിക്ക് എൻ്റെ സിബ്ലിങ്സ് പോലെ തന്നെയാണ്. എനിക്ക് അവർ ഫാമിലിയാണ്. അങ്കിൾ ആൻറ്റി ആണെങ്കിലും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ വീട്ടിൽ പോയ അതേ ഫീലാണ്. എനിക്ക് വീട്ടിൽ നിൽക്കുന്ന പോലെ, വീട്ടിൽ പോയ അതേ ഫീലാണ് എനിക്ക് അവരോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും. അപ്പം അവിടെ അവനിങ്ങനെ എൻഗേജ്മെൻറ്റ് കാര്യം പറഞ്ഞപ്പോൾ എനിക്കിതുപോലത്തെ ഒരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് നമ്മൾ. ആ സമയത്ത് വളരെ സർപ്രൈസിങ്, എനിക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് തുടങ്ങി. പക്ഷെ ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ഭയങ്കര പേഴ്സണലി ഭയങ്കര കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, എത്ര നന്നാക്കാൻ പറ്റുമോ അത്രയും നന്നാവണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്തു, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ചക്കിയുടെ എൻഗേജ്മെന്റും കല്യാണവും ചെയ്തു. അതും ഭയങ്കര ഓക്കെ. ഇത് കൂടെ നടക്കുന്നുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വർക്ക്സ് നമ്മൾ ഇവന്റിൽ എടുക്കാറില്ല. ബിക്കോസ് എനിക്കും കൂടെ ഇൻവോൾവ് ആവാൻ പറ്റും എന്നുള്ള വർക്കുകൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് എനിക്ക് അവിടെ ഉണ്ടാവുക എന്നുള്ളത്. എനിക്ക് ഇപ്പം വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത് കൂടെ. പക്ഷെ ഏൽപ്പിച്ച് പോകുമ്പോൾ എപ്പോഴും എനിക്കൊരു സമാധാനം കിട്ടില്ല. അവിടെ ഉണ്ടോ, ഓക്കെ ആണോ, എന്തായി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ പറയുമോ പറയില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷൻ വരും. എനിക്കതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഉണ്ടാവണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇനി പ്രൊഡക്ഷൻ ഹൗസ് ആണോ? അല്ല, ഇതിലൊരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു മരമൊന്നുമില്ല ഇങ്ങനെ പൈസ അയക്കുന്നത്. പതുക്കെ ഓരോന്നായി ചെയ്യാം, സമയമുണ്ടല്ലോ. ബൊമ്മിയെ പോലെ ഒരു ഗേൾ ഫ്രണ്ടിനെ വേണമെന്ന് ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ പറഞ്ഞു. ഇപ്പൊ അവരെന്താ പറയുന്നത്, മേഖല വേണമെന്ന് പറയുന്നുണ്ടോ? എന്ന് ഇമാരി അടി കിട്ടിട്ടോ. പക്ഷെ വാട്ടർ പാക്കറ്റ് ഭയങ്കര ഹിറ്റായി. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അത് ഒരുപാട് പേര് അതിൻ്റെ റീൽസ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു പാട്ട് ഭയങ്കരമായിട്ട് ആൾക്കാർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ. ഇതിനു മുന്നേ ആൾക്കാർ ഏറ്റെടുത്ത വേറെ സംഭവമുണ്ട്, കൊട്ടപ്രമീള. കണ്ടായിരുന്നു? എന്ത് അതിന്റെ ട്രോൾ? ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. എന്നെ കളിയാക്കാറുണ്ട് ആൾക്കാർ, സെറ്റിൽ പോകുമ്പോഴും കളിയാക്കാറുണ്ട്. പിന്നെ ആദ്യമൊക്കെ നമ്മളിങ്ങനെ നമുക്ക് പെട്ടെന്ന് കളിയാക്കലേക്കുമ്പോൾ ഒരു സങ്കടമാവും. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോവാൻ പറയും ആ സൈഡിലേക്ക്. അങ്ങനത്തെ ഒരു മൂഡാവും പിന്നെ. പക്ഷെ എനിക്ക് ആ സിനിമയും ഭയങ്കര എന്താ പറയുക, അത് വേറൊരു വേൾഡല്ലേ. ഇപ്പം ഞാൻ വളർന്നു വന്ന സിനിമകൾ, അങ്ങനത്തെ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ഒരാളുടെ കൂടെ ഡയറക്ഷൻ, ഷാജി സാറിനെ പോലത്തെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുക, രാജേട്ടനെ പോലത്തെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുക, വാസ് വെരി നൈസ്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര രസമായിരുന്നു. ഷാജി സാറും ജോമോൻ ചേട്ടനായിരുന്നു ക്യാമറ. അവർ ഭയങ്കര രസമാണ്, അവരുടെ കോംബോ, അവർ വർക്ക് ചെയ്യുന്ന കാണാൻ ഭയങ്കര രസം. ഐ വാസ് വെരി ഹാപ്പി ടു വർക്ക് ഇൻ ദാറ്റ് ഫിലിം. ശരിക്കും അത് മഞ്ജു വാര്യർ ചെയ്യേണ്ട റോളായിരുന്നില്ലേ? ആയിരുന്നു തോന്നുന്നു. ഹൈറ്റ് ഇപ്പോഴും ഭയങ്കര പേടിയാണോ? എന്താ അറിഞ്ഞൂടാ, അതെന്തോ ഇങ്ങനെ പേടിയില്ലാന്ന് തോന്നും. പക്ഷെ പിന്നെ അടുത്ത് വരുമ്പോൾ അയ്യോ താഴെ വീണ എന്ത് പറ്റും എന്നുള്ളൊരു മൂഡിലേക്കൊക്കെ പോകും. അതെന്താണെന്നറിയില്ല. അപ്പം അത് ഞാൻ വളരെ ലേറ്റായിട്ട് റിയലൈസ് ചെയ്തൊരു പേടി. ഞാൻ ചാർമിനാർ ഒരിക്കൽ പോയപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് മുകളിലേക്ക് കയറാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. മുകളിലേക്ക് കയറാൻ അച്ഛനായിരുന്നു പേടി. അച്ഛൻ ക്ലോസ്ട്രോഫോബിക്കാ. താഴേക്ക് ഇറങ്ങുമ്പോൾ മറ്റേ സ്റ്റെപ്സ് കുറച്ച്, ആദ്യത്തെ 2 സ്റ്റെപ്പ് കുറച്ച് സ്റ്റീപ്പ്, ഇങ്ങനെ കുത്തനെയാണ്. ഞാൻ തറയിലിരുന്ന് നിരങ്ങാൻ ചെയ്യുന്നത്. അമ്മ ചോദിച്ചു എന്താ കാണിക്കുന്നത്, ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ ചെയ്യാൻ, എനിക്ക് പേടിയാവുന്നു. ആദ്യത്തെ കാല് എടുത്ത് നമുക്ക് കുത്താൻ പറ്റില്ല, അങ്ങനെ നമുക്ക് സ്റ്റക്കായി പോവും. അത് ഞാൻ ആദ്യമായിട്ട് പക്ഷെ സ്റ്റക്കായത് അന്നാട്ടോ. ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ചു പോയി. അത് എന്താ എനിക്ക് മനസ്സിലാവണില്ല, അത് എന്താ ചെയ്യണ്ടേ. പിന്നെ എനിക്ക് ആകെ അറിയുന്ന ബാക്കിൽ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇറങ്ങി 2 സ്റ്റെപ്പ്, പിന്നെ ശരി. ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ താഴോട്ട് നോക്കില്ലേ? അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആ ബ്രിമ്മിൽ നിൽക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പം ഈ ചില ഇതിൽ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും, താഴേക്ക് എന്തെങ്കിലും സ്റ്റീപ്പായിട്ടുണ്ടാവും. തലശ്ശേരിയല്ല, ഒരു വലിയ കടലിലേക്കുള്ള കടൽപ്പാലത്തിന്റെ അറ്റത്ത് കുറച്ച് പൊട്ടി കിടക്കുന്നുണ്ട് ഇടയിൽ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ അറ്റം ഒന്ന് ചാടണം നമ്മൾ അപ്പുറത്തെ അറ്റത്തേക്ക് എത്തണമെങ്കിൽ.
അതെനിക്ക് പേടിയാണ്. കാരണം ഇടയിൽ ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്. അപ്പം നേരെ താഴെ കടലിലേക്ക് പോകും. അങ്ങനത്തെ ഗ്യാപ്പുകൾ ഈ അറ്റത്തെത്തുമ്പോഴാണ് എനിക്ക് പേടിയാവുക. അതാ ഞാൻ പറയും, ഇങ്ങനെ ഫ്ലൈറ്റിൽ നോക്കുമ്പോഴൊന്നും എനിക്ക് ആ ഫ്ലൈറ്റിൽ പോകുന്നതേ എനിക്കൊരു ടെൻഷനുള്ള കാര്യമല്ല. ടർബുലൻസ് ഒന്നും എനിക്ക് അങ്ങനെ ബാധിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ഈ അറ്റത്ത് എഡ്ജിൽ നിൽക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഓക്കെ, കിഷ്കിന്ധാകാന്ഡത്തിലെ നായിക പണ്ട് നന്നായിട്ട് ലോങ് ജമ്പ് ചാടുന്ന ആളായിരുന്നില്ലേ? എവിടുന്ന് കണ്ടടിക്കുന്നത്? സ്കൂളില് ഫസ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നോ? സ്കൂളില്. സ്റ്റേറ്റിലൊക്കെ പോയായിരുന്നു? അങ്ങനെ അത്രയൊന്നും ഇല്ല. ഓട്ടത്തിന് പോയിട്ടുണ്ടായിരുന്നു. റിലേ 200 മീറ്റർ ഒക്കെ പോയായിരുന്നു. പ്രൈസ് കിട്ടിയായിരുന്നു? കിട്ടിയായിരുന്നു. ഓക്കെ, ലോങ് ജമ്പ് എത്ര ദൂരം വരെ? അതൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞാൻ സ്കൂളിൽ മറ്റേ 4ാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ തൊട്ട് ചാടുന്ന. പിന്നെ അങ്ങനെ ആദ്യം തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാ സ്പോർട്സിനും വിളിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ സ്പോർട്സ് ആർട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ക്ലാസ്സും കട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ പ്രാക്ടീസിനൊന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. അടിപൊളി. അപ്പോൾ ഓണക്കാലാണ്, കിഷ്കിന്ധാകാന്ഡം വരാൻ പോവാണ്. എന്താ കേൾക്കുന്നവരോടൊക്കെ പറയാനുള്ളത്? സിനിമ എല്ലാവരും കാണുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ടീസറും ട്രെയിലറും കണ്ടപ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാവും. ഭയങ്കര നല്ല വിഷ്വൽസ് ആണ്. ബാഹുലേട്ടൻ്റെ ഒരു ഭയങ്കര നല്ലൊരു വർക്കാണിത്. ആൻഡ് സ്പെഷ്യലി ഫോർ ദ ആക്ടേഴ്സിന് മെയിനായിട്ട് വിജയരാഘവൻ ചേട്ടൻ ഒരു ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഫാനാണ്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഇതിൽ ഭയങ്കര രസമാണ്. അത് ചെയ്തിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും ഒക്കെ എന്തുകൊണ്ടും എനിക്ക് ഒരു 100% തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. നിങ്ങൾക്കൊക്കെ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലി കല്യാണം കഴിഞ്ഞ് പോകുന്നൊരു സ്ത്രീക്കും അല്ലെങ്കിൽ അങ്ങനെ പുതിയതായിട്ടൊരു വീട്ടിൽ ചെല്ലുന്ന ഒരാൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. അപ്പം ഓണത്തിന് എല്ലാവരും ഞങ്ങളെ സന്തോഷിപ്പിക്കുക സിനിമ ആണ്.